വചനം തിരുവചനം. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനം, എൻ്റെ മുന്തിരിത്തോട്ടത്തിനായി ഞാൻ ചെയ്തതിലേറെ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഈ വചനത്തെ പ്രാർത്ഥനാപൂർവ്വം സ്വീകരിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച്. എൻ്റെ തമ്പുരാനെ, ഞങ്ങളാകുന്ന മുന്തിരിത്തോട്ടത്തെ സ്വർഗമേറെ കരുതലോടെ കാണുകയും വെട്ടിയൊരുക്കിയും ചുവടുകളിച്ച് വളമിട്ടും സമയോചിതമായിട്ടുള്ള സകല സാധ്യതകളും ഒരുക്കിയും സംരക്ഷിക്കുന്നു. ഈ തിരുവചനത്തെ ഈ കാലത്തിനിണങ്ങുന്ന വിധം ഒന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമായിട്ട് സ്വർഗമൊരുക്കുന്ന അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ വഴികളെ കണ്ടെത്താൻ കൃപ തൂകണമേ. എല്ലാവരെയും എല്ലാറ്റിനെയും അമ്മ വഴിയായി അഭിഷേകത്തിനും അനുഗ്രഹത്തിനുമായി ചേർത്ത് വെച്ചുകൊണ്ട് സകല നിയോഗങ്ങളും പ്രാർത്ഥനകളായി സമർപ്പിച്ച് അമ്മേ മാതാവേ മാധ്യസ്ഥം തേടുന്നു. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണേ. ഈ നോമ്പുകാലം അനുഗ്രഹത്തിൻ്റെ കാലമായി അഭിഷേകത്തിൻ്റെ ഒന്നായി മാറ്റണേ. പ്രിയപ്പെട്ടവരെ, സ്വർഗം ഇങ്ങനെ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയാണ്. അതിനു ചുറ്റും വേണ്ടതൊക്കെ കൃപയോട് കൂടിയിട്ട് ക്രമപ്പെടുത്തി വേലികെട്ടി മുന്തിരിച്ചക്കു സ്ഥാപിച്ച് വേണ്ടതെല്ലാം സുന്ദരമായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തന്നെയാണ് വചനം പറയുന്നത്. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഭൂമിയിൽ ജന്മമെടുത്തവരല്ലേ. ദൈവമറിയാതെ ഈ പ്രപഞ്ചത്തിൽ ആരും ജനിക്കുന്നില്ലെന്നും ഒരു വ്യക്തിക്കും ജന്മത്തോടും മാതാപിതാക്കളോടും ബന്ധപ്പെടുത്തി തെരഞ്ഞെടുപ്പുകൾക്ക് ഒരു വിധത്തിലും അവകാശമില്ലെന്നുമൊക്കെ നമുക്കറിയാം. അപ്പം നമ്മൾ സമ്മതിക്കാതെ നിവൃത്തിയില്ലാത്തൊരു കാര്യമാണ് ഞാനാകുന്ന മുന്തിരിത്തോട്ടത്തെ ദൈവമാണ് കൃപയോടുകൂടിയിട്ട് സകലതും ക്രമീകരിച്ചു കൊണ്ട് ക്രമപ്പെടുത്തിയത്. അതുകൊണ്ട് സഭാപിതാക്കന്മാർ മുന്തിരിത്തോട്ടം എന്നതിന് 3 അർത്ഥതലങ്ങളുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഒന്നാമത്തേത് ശരിക്കും മുന്തിരിത്തോട്ടം തന്നെ. രണ്ടാമത്തേത് മണവാട്ടി എന്നൊരു അർത്ഥമുണ്ട്. മൂന്നാമത്തേത് ഇസ്രായേൽ എന്നും ഈ മുന്തിരിത്തോട്ടത്തെ വിളിക്കും. ഏത് വിധത്തിലുള്ള അർത്ഥതലങ്ങളിലേക്കും ഈ ഒരു വചനത്തിൻ്റെ ആഴത്തെ നമ്മളൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട് ധ്യാനിച്ചാൽ ഒരു വലിയ സത്യം നമ്മൾ തിരിച്ചറിയുകയാണ്. മുന്തിരിത്തോട്ടത്തിന് വേണ്ടിയിട്ട് തമ്പുരാൻ ചെയ്തതിലധികമായിട്ട് ദൈവം പ്രവർത്തിച്ചതിലേറെയായിട്ട് എന്ത് പ്രവർത്തിക്കാനുണ്ട് എന്ന് സങ്കടത്തോടുകൂടെ വ്യഥയോടുകൂടിയിട്ട് ഒരു ചോദ്യം ചോദിക്കുകയും അവിടെ ഈ സഭാപിതാക്കന്മാരിൽ മാർ അഫ്രഹാത്തും അപ്രേമം പറയുന്ന സുന്ദരമായ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ കുറിക്കണത് ഈ വചനത്തെ കുറേയും കൂടെ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കാൻ സഹായകമാകും. അവർ പറയുന്നത്, സഭാപിതാക്കന്മാർ മുന്തിരിത്തോട്ടവും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെയും വ്യാഖ്യാനിച്ചുകൊണ്ട് പറയും, മുന്തിരിച്ചക്ക് എന്ന് പറയുന്നത് കൂദാശകളാണ്. ഈ തോട്ടം നനയ്ക്കാനുള്ള വെള്ളം അത് മാമോദീസയുടെ വെള്ളമാണ്. വേലി കെട്ടി എന്നൊക്കെ പറഞ്ഞാൽ ദൈവപ്രമാണങ്ങളുടെ വേലി കെട്ടി എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാവൽമാടം ദേവാലയമാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മർമ്മപ്രധാനമായി നിലകൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ് മുന്തിരിത്തോട്ടത്തിൻ്റെ സംരക്ഷണയോട് ബന്ധപ്പെടുത്തിയിട്ട് സ്വർഗമൊരുക്കിയത് എന്നറിയുമ്പം നമ്മെത്രയോ ഭാഗ്യപ്പെട്ടവരാ. ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് കൂദാശകൾ ഒരുക്കിയ ദൈവം, നമുക്ക് വേണ്ടിയിട്ട് അതിൽ മാമോദീസയിലൂടെ നമ്മെ ക്രിസ്ത്യാനിയായി, ദൈവത്തിൻ്റെ മകനായി മകളായി, അന്നോളമുള്ള പാപത്തിൻ്റെ വഴികളെ, ജന്മ കർമ്മ പാപ വഴികളെ അത്ഭുതകരമായിട്ട് മാമോദീസയിലൂടെ വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ സ്വന്തമാക്കുന്നു. കൂദാശകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പം നമുക്ക് ഏറെ പരിചിതമായ അദൃശ്യമായ ദൈവിക വരപ്രസാദം ദൃശ്യമായ അടയാളങ്ങളിലൂടെ നൽകുന്നതാണ് കൂദാശകൾ. നമ്മൾ കുഞ്ഞിലെ പഠിച്ച ഒരു നിർവചനമാണ്. എനിക്കതിലും പ്രിയങ്കരമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞൊരു നിർവചനം, കൂദാശകൾ താങ്ങാണ്, തണലാണ്, തുഷാരമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഏതു ഘട്ടത്തിലും ആവശ്യമുള്ള 3 പ്രത്യേകതകളെ കൂദാശകളോട് ചേർത്ത് വെച്ചുകൊണ്ട് സഭയുടെ ആത്മീയ ആചാര്യന്മാർ പറയുകയാണ്, ഒരു വ്യക്തി ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ
തളർന്നു പോയി, വല്ലാണ്ട് വിവശനായി, ഒരു തരത്തിലും മുൻപോട്ട് പ്രയാണം ചെയ്യാൻ കഴിയാത്ത വിധമുള്ള ആ ഒരു സാഹചര്യത്തിലെത്തുമ്പം താങ്ങായി മാറുന്നു കൂദാശകൾ. താങ്ങിന് മലയാളം ഭാഷയിൽ രണ്ട് തരത്തിൽ അതിൻ്റെ ടോൺ മാറുമ്പം അർത്ഥം മാറും, നമുക്കെല്ലാവർക്കും അറിയാം. അച്ഛനൊന്ന് താങ്ങിയതാ എന്ന് പറഞ്ഞാൽ അർത്ഥം മാറി. മറിച്ച് വീഴാൻ പോകുന്നവൻ്റെ, തളരും എന്നുറപ്പുള്ളവൻ്റെ, ഉള്ളവളുടെ ജീവിതത്തിലേക്ക് സ്വർഗം കൊടുക്കുന്ന അത്ഭുതത്തിൻ്റെ കരബലത്തിൻ്റെ പേരാണ് താങ്ങ്. വീഴാൻ അനുവദിക്കില്ല, വീഴാൻ അനുവദിക്കാത്ത വിധം താങ്ങി നിർത്തുകയാണ്, ചേർത്ത് നിർത്തുകയാണ്. അതാണ് താങ്ങ്. തണൽ നമുക്കെല്ലാവർക്കും അറിയാം, അതൊരു മരുഭൂമിയുടെ അനുഭവത്തിൽ നൽകപ്പെടുന്ന സാന്ത്വനത്തിൻ്റെ കുളിരിൻ്റെ അനുഭവമാണ്. കൂദാശകൾ നമുക്കിങ്ങനെ ഒരു മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പം നമുക്ക് തണലായിട്ട് മാറുന്നു എന്നറിയണം. വീണ്ടും മുൻപോട്ട് പോകുമ്പം തുഷാരമാണ്. പ്രഭാതത്തിലെ അതിവിശുദ്ധമായ മഞ്ഞുകണത്തെ വിളിക്കുന്ന പേരാണ് തുഷാരം. അപ്പോൾ സഭാപിതാക്കന്മാർ പറയുക, ഈ മുന്തിരിത്തോട്ടത്തിനകത്ത് മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും അവിടെ നനയ്ക്കാനുള്ള സാധ്യതകൾ ഒരുക്കുകയും ചെയ്യുക എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തെ കൂദാശകൾ കൊണ്ട് ഏറെ പ്രത്യേകമായിട്ട് മാമോദീസയിലൂടെ ഈ സഭയുടെ കൂട്ടായ്മയുടെ ഭാഗമാക്കിക്കൊണ്ട് ദൈവം പറയുകയാണ്, നിന്നെ ഞാൻ അനാഥനായിട്ട് വിടില്ല. ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും, ആരെല്ലാം നിന്നെ ഒറ്റിക്കൊടുത്താലും, ഉപേക്ഷിച്ച് അകലങ്ങളിലേക്ക് ചുവടുമാറ്റിയാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. നീ എനിക്ക് പ്രിയങ്കരനാണ്, ബഹുമാന്യനാണ്, നിന്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ആത്മീയ ചൈതന്യം ഈ വളരെ കരുതലോടുകൂടെ നമുക്ക് ചുറ്റും കാവലേർപ്പെടുത്തുന്ന കർത്താവിൻ്റെ അത്ഭുതകരമായ ദൈവത്തിൻ്റെ അസുലഭമായ കൃപയുടെ വഴികൾ. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാവൽമാടം എന്ന് പറഞ്ഞാൽ അത് ദേവാലയമാണ്, വേലിക്കെട്ടെന്ന് പറഞ്ഞാൽ അത് ദൈവപ്രമാണങ്ങളാണ്. അപ്പം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിന് സ്വർഗം ഏർപ്പെടും. അതാ തിരുവചനം പറഞ്ഞത്, മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തതിലധികമായിട്ട് എന്ന് വെച്ചാൽ മുന്തിരിത്തോട്ടത്തെ എല്ലാ കാര്യങ്ങളിലും ഒരുക്കി ക്രമപ്പെടുത്തി വെച്ചിരിക്കും. കൂദാശകളിലൂടെ, പ്രത്യേകിച്ച് മാമോദീസയിലൂടെ, ദൈവപ്രമാണങ്ങളിലൂടെ, ദേവാലയത്തിലൂടെ. ഞാനിങ്ങനെ ഓർക്കും, വിശ്വാസിയുടെ ജീവിതത്തിന് അഭിമാനത്തിന് വകയുള്ള മുഴുവൻ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് മത്തായി സുവിശേഷം 16:16 വിശുദ്ധ പത്രോസ് ഏറ്റുപറഞ്ഞപ്പം തമ്പുരാൻ ഇങ്ങനെ താൻ ആരാണെന്നുള്ള ശിഷ്യൻ്റെ അകക്കാമ്പലി അന്വേഷണത്തെ വളരെ കൃത്യതയോടുകൂടെയിട്ട് ആളുകൾ എന്തു പറയുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചുറ്റുപാടുമുള്ളവരൊക്കെ എന്നാ പറയുന്നു, നിങ്ങൾ വ്യക്തിപരമായിട്ട് എന്തു പറയുന്നു എന്ന് ചോദിച്ചിട്ട് പത്രോസ്ലീഹ പറയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇതാണ് ഒരു വിശ്വാസികളുടെ അഭിമാനം. മാമോദീസയിലൂടെ അല്ലെങ്കിൽ കൂദാശകളുടെ സ്വീകരണത്തിലൂടെ ഒരു വ്യക്തി ദൈവത്തോട് പറയാണ്, ദൈവമേ, ഞാൻ ലോകത്തിൻ്റെ അല്ല. മാമോദീസ വഴി നാം ക്രിസ്തുവിനോട് ചേർന്ന്, പൗലോസ്ലീഹ പറയില്ലേ, മാമോദീസയിലൂടെ ഒരാൾ ക്രിസ്ത്യാനിയായിട്ട് മാറുക, ക്രിസ്തുവിൻ്റെ അവയവത്തിൻ്റെ ഭാഗമായിട്ട്, തിരുസഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോരുത്തരും ചേർന്ന് നിന്നുകൊണ്ട് തിരുസഭ നമ്മളോട് പറയാണ്, മാമോദീസയിലൂടെ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വന്തമായിട്ട് മാറുന്നു. അപ്പം ജീവിതത്തിൻ്റെ ആരംഭത്തിലും ജീവിതത്തിൻ്റെ പ്രയാണത്തിലും ജീവിതത്തിൻ്റെ ഒടുവിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി, അല്ല മനുഷ്യനോട് ബന്ധപ്പെടുത്തിയിട്ട് അവൻ്റെ ജന്മം, ജീവിതം, മരണം, ഇത് മൂന്നേ ഉള്ളൂ. അവൻ്റെ ജന്മത്തെ മാമോദീസയിലൂടെ വിശുദ്ധീകരിക്കുന്നു, അവൻ്റെ കർമ്മവീഥികളെ മറ്റു കൂദാശകളിലൂടെ വിശുദ്ധീകരിക്കുന്നു, മരണത്തോട് ബന്ധപ്പെട്ട ഇടങ്ങളെ രോഗീലേപനം എന്ന കൂദാശ കൊടുത്തുകൊണ്ട് പരിശുദ്ധ കത്തോലിക്കാ സഭ വിശുദ്ധീകരിക്കുന്നു. അതുമാത്രമല്ല, ഈ സാക്രമെന്റൽസ്, കൗദാശിക അനുകരണങ്ങളിലൂടെ പരിശുദ്ധ കത്തോലിക്കാ സഭ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഇങ്ങനെ ഇടതടവില്ലാതെ എവിടെ പോയാലും തളരുമ്പോൾ സാന്ത്വനത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, അത് ധ്യാനങ്ങളാകാം, ഓൺലൈനിലോ ഓഫ്ലൈനിലോ ആകാം, അത് കൗൺസിലിംഗ് ആകാം, ഒരു കുടുംബ കൂട്ടായ്മയാകാം, നാം ജീവിതത്തിൽ അനുഭവിച്ചു കടന്നു പോകുന്ന ഏതെങ്കിലുമൊക്കെ ആത്മീയതയുടെ ഉണർത്തിന് ഉപകാരപ്പെടുന്ന ഒരു തിരുനാളാകാം, എന്തുമായിക്കൊള്ളട്ടെ, ഇത്തരം ഏതു കർമ്മത്തിൻ്റെ ഭാഗമായി നാം ചേരുമ്പോഴും ഒരു വലിയ സത്യം, ഒരു വലിയ അത്ഭുതം സംഭവിക്കുകയാണ്. തിരുസഭ നമ്മെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. അതാ ഈശോ പറഞ്ഞത്, തമ്പുരാൻ പറഞ്ഞത്, എൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഇതിലുമേറെ ഞാൻ എന്താ ചെയ്യണ്ടേ. നോമ്പുകാലം എന്നൊക്കെ പറയണത് എന്നോടും നിങ്ങളോടും പറയാം, ഒരു വ്യക്തിയുടെ ജീവന് വേണ്ടി, ജീവിതത്തിന് വേണ്ടിയിട്ട്
ഒരു മനുഷ്യനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിന് ജീവനൊന്നും കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ദൈവം യേശുക്രിസ്തു അങ്ങനെ തീരുമാനം എടുക്കുകയാണ്, ഒരാളുടെ ജീവിതം നേടിയെടുക്കാൻ, ഒരാൾ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ജീവിതം കൊടുക്കാൻ. അപ്പം പ്രമാണങ്ങളെ കൃത്യതയോടുകൂടെ പാലിക്കുമ്പം, ദേവാലയബദ്ധമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ തീരുമാനമെടുക്കുമ്പം ഒരു വിശ്വാസി എന്നും തിരിച്ചറിയണം, നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കപ്പെടുകയും വിശ്വാസികളുടെ ജീവിതത്തിന് അഭിമാനത്തിന് വകയുള്ള യേശുക്രിസ്തുവാണ് നമ്മുടെ നാഥനെന്നും രക്ഷകനും കർത്താവുമെന്നും നമുക്ക് ബോധപൂർവം ഉള്ളിൽ തട്ടി ഏറ്റുപറയാൻ പറ്റണം. നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് തിരുസഭയാകുന്ന ഈ സ്വർഗത്തിൻ്റെ സമ്മാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്രിസ്തു വിഭാവനം ചെയ്ത് രൂപപ്പെടുത്തിയ ആ സംവിധാനത്തിൻ്റെ ചട്ടക്കൂടിനകത്തായിരിക്കുമ്പം അത് വലിയ ദൈവിക സംരക്ഷണമാണ്. ദേവാലയ കേന്ദ്രീകൃത വിശ്വാസ ജീവിതമാണ് നമ്മുടെ ജീവിതം. പൗരോഹിത്യത്തിൻ്റെ തണലും തുണയും സങ്കേതവും കൃപയുമുണ്ട് നമുക്ക്. കൂദാശകൾ കൊണ്ടും കൗദാശിക അനുകരണങ്ങൾ കൊണ്ടും നമ്മെ സ്വർഗം സമ്പന്നമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വചനം ചോദിക്കുന്നത്, ഇതിലും അധികമായിട്ട് എന്താണ് എൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്യാനായിട്ടുള്ളത്? അപ്പം ഒരു വിശ്വാസിയുടെ ജീവിതത്തിന് വേണ്ട സകല ചേരുവകളെയും അതിസുന്ദരമായിട്ട് അതിമനോഹരമായിട്ട് ഒരുക്കി രൂപപ്പെടുത്തിയിട്ടാണ് സ്വർഗം ആവശ്യപ്പെടുന്നത് നമ്മളോട് അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ മകളാകാൻ. വീണ്ടും തിരുസഭ മാതാവ് പറയാണ്, യെശയ്യാ പ്രവചനത്തിലൂടെ 27:3-4 വചനം പറയാണ്, ഞാൻ മുന്തിരിത്തോട്ടത്തോട് ബന്ധപ്പെട്ട് പറയാണ്, ഞാൻ അതിനെ നിരന്തരം നനയ്ക്കുന്നു, ആരും അതിനെ നനയ്ക്കാതിരിക്കാൻ രാപ്പകൽ ഞാൻ കാവൽ നിൽക്കുന്നു. മുള്ളുകളും മുൾച്ചെടികളും മുളച്ചു വന്നാൽ ഞാൻ അവയോട് പൊരുതും. അതായത് തൻ്റെ മുന്തിരിത്തോട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നനയ്ക്കല്, മറ്റാരും അതിനെ ആക്രമിക്കാതിരിക്കാനുള്ള കാവല്, മുൾച്ചെടികളും മുള്ളുകളും ഒക്കെ മുളയ്ക്കുമ്പം അതിനെ പിഴുതെറിയാനുള്ള ശ്രദ്ധ. അപ്പം കൂദാശകളോട് ചേർന്നൊരു വ്യക്തി കൗദാശികമായ ജീവിതം നയിച്ച് പ്രമാണങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദേവാലയ കേന്ദ്രീകൃത വിശ്വാസ ജീവിത വഴിയിലൂടെ ഒരാൾ സഞ്ചരിക്കുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതം തന്നെ നമ്മൾ പോലെ അറിയാറ് നമ്മുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമായിട്ട് മാറും. എസെക്കിയേൽ 47 നമുക്കത് കൃത്യമായിട്ട് പറയാം. അവിടെ ദേവാലയ കേന്ദ്രീകൃത വിശ്വാസ ജീവിതത്തെ പ്രവാചകൻ ഓർമ്മപ്പെടുത്ത്, ബലിപീഠത്തിൽ നിന്നും ഒരു നദി പൊട്ടിപ്പുറപ്പെടുന്നു. നദിയുടെ പ്രത്യേകത എന്തെന്നാ, ആ നദി പോകുന്ന വഴികളെ അനുഗ്രഹമുള്ളതാക്കി മാറ്റുമെന്ന് എസെക്കിയേൽ 47 അവസാന ഭാഗത്ത് നമ്മൾ വായിക്കും. ആ നദി വളരെ അനുഗ്രഹത്തോടുകൂടെ അതിൽ വളരുന്ന മത്സ്യങ്ങൾക്ക് ഏറെ അനുഗ്രഹത്തിൻ്റെ സാധ്യതകൾ കൊടുക്കും. തീർന്നില്ല, അതിൻ്റെ തീരത്ത് വളരുന്ന വൃക്ഷങ്ങളൊക്കെ മാസം തോറും പുതിയ ഫലങ്ങൾ പുറപ്പെടുവിക്കും. എന്ന് വെച്ചാൽ എവർ ഗ്രീൻ, എവർ ഫ്രഷ്, എപ്പോഴും ഇങ്ങനെ മാസം തോറും ഉണർവിൻ്റെ പുത്തൻ ഫലങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ രൂപപ്പെടുത്താനായിട്ട് അമ്മ കടന്നു പോകുന്ന മാസത്തിൻ്റെ പ്രത്യേകതകളോടൊക്കെ ചേർത്ത് വായിക്കേണ്ട ഒരു വലിയ സത്യമാണ്. അവിടെ ഈ ബലിപീഠത്തിൽ നിന്നും ഒഴുകുന്ന നദിയുടെ പ്രത്യേകതയായിട്ട് പറയുന്നത്, ആ നദിക്ക് അത്ഭുതകരമായ ചില സവിശേഷതകളുണ്ട്. അത് കാൽപ്പാദം നനയുന്ന, മുട്ടോളമാകുന്ന, അരയപ്പമാകുന്ന, അത് കഴുത്തപ്പമാകുന്ന, നീന്തിക്കടക്കാൻ കഴിയാത്ത വിധത്തിൽ പല ഭാവഭേദങ്ങളുള്ളതാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഒരു വ്യക്തി കൂദാശകളോടും പ്രമാണങ്ങളോടും ദേവാലയത്തോടും ആത്മീയതയോടും എന്തുമാത്രം ഇഴുകിച്ചേർന്ന് നിൽക്കുന്നുവോ, ഒട്ടിച്ചേർന്ന് വ്യാപരിക്കുന്നുവോ, അതിന് ആനുപാതികമായിട്ടാണ് അനുഗ്രഹം എന്ന അർത്ഥം. എന്ന് വെച്ചാൽ ആണ്ടിലും ശങ്കരാന്തിക്കും മാത്രം പള്ളിയിൽ പോകുന്നവന് കാൽപ്പാറം നനയുന്ന അനുഗ്രഹം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, തൂത്താ തീരും കാല് നനഞ്ഞ, കാൽപാദമേ നനയുന്നുള്ളൂവെങ്കിൽ നല്ലൊരു ചവിട്ടിയാലോ തുണിയാലോ വൃത്തിയായിട്ട് 2 വര വരച്ചാൽ തീർന്ന കേസുള്ളൂ. അത്ര അനുഗ്രഹമുള്ളൂ. ഇനി വല്ലപ്പോഴുമൊക്കെ പള്ളിയിൽ പോകുന്നവന് മുട്ടോളം അനുഗ്രഹം. വീണ്ടും അത്യാവശ്യം മുടങ്ങാതെയൊക്കെ പള്ളിയിൽ പോകുന്നതിന് കഴുത്തപ്പം അനുഗ്രഹം, അല്ലെങ്കിൽ അരയോളം അനുഗ്രഹം. പിന്നെയും കൂടുതൽ ആഭിമുഖ്യമുള്ളവന് കഴുത്തപ്പം അനുഗ്രഹം. തമ്പുരാനോടിങ്ങനെ കൂദാശകളോട് ചേർന്ന് ദൈവപ്രമാണങ്ങളെ പാലിച്ച് ദേവാലയത്തെ നെഞ്ചിലെ ചൂടായി സ്വീകരിച്ച് ഒരാൾ ജീവിക്കുമ്പം എന്ത് സംഭവിക്കുന്നു? അവന് നീന്തിക്കടക്കാൻ കഴിയാത്ത വിധം നദി പോലെ ഒഴുകുന്ന അനുഗ്രഹം, അറ്റുതീരത്തെ വൃക്ഷം പോലെ എന്ന് 1-ാം സങ്കീർത്തനം ഓർമ്മപ്പെടുത്തുന്നത് പോലെ 4-ാം സങ്കീർത്തനം 7-ാം തിരുവചനം ഓർമ്മപ്പെടുത്തും, വിഞ്ഞിൻ്റെയും ധാന്യത്തിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലും അധികം ആനന്ദം. അതാണ് ഇതിലൂടെ തിരുസഭ മാതാവ് നമുക്കായിട്ട് നൽകുന്നത്. ഇന്നിപ്പം പുതിയ കാലം എന്നൊക്കെ പറയണത് ആർക്കും ഒന്നിനും സമയമില്ല, എഴുന്നേക്കാൻ മടി അല്ലേ? കോവിഡ് മൂലം എന്ത് സംഭവിച്ചു എന്നുള്ളൊരു കുറിപ്പ് എന്നെ വല്ലാണ്ട് വിസ്മയിപ്പിച്ചു. ലോക്ക്ഡൗൺ വഴി അല്ലെങ്കിൽ കോവിഡിനെ ചുറ്റിപ്പറ്റിയിട്ട് തടി കൂടി, മുടി കൂടി, മടി കൂടി, കലഹം കൂടി, നെറ്റ്വർക്കിൻ്റെ യൂസ് കൂടി, ഗെയിമിൻ്റെ കളി കൂടി, ഇങ്ങനെ കുറേ കൂടലുകളുണ്ടായി. പിന്നെയും
ഇതിലേറെ നിങ്ങൾക്ക് പറയാനുണ്ടാവും. ഇതല്ലാതെ എൻ്റെ തമ്പുരാൻ കർത്താവ് എൻ്റെ വിശ്വാസ ജീവിതത്തിനും എൻ്റെ ആത്മീയ ഇടങ്ങൾക്കും നൽകിയ ഉണർത്തിനെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സന്നദ്ധരായോ? പലപ്പോഴും ഇല്ല. അപ്പോൾ ഈ മുന്തിരിത്തോട്ടത്തോട് ബന്ധപ്പെടുത്തിയ തമ്പുരാൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂദാശകളോടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴും വെട്ടിയൊരുക്കപ്പെടാനും സമയബന്ധിതമായിട്ട് മുന്തിരിച്ചെടിയെ കൈകാര്യം ചെയ്യാനും ഇന്നിപ്പോൾ അതിന് ആരും തയ്യാറല്ല. നോമ്പ് നോക്കുക, അതൊക്കെ അപരിഷ്കൃതമായ ഒരു പ്രവൃത്തിയാണെന്നാണ് ഒരു ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ. വിഭൂതിയുടെ എന്നവൻ KFC ഒക്കെ പിടിച്ചിട്ടിരിക്കുക. അത് വലിയ ക്രെഡിറ്റായിട്ട് അവകാശപ്പെടുകയും ചെയ്യുന്നു. സങ്കടം തോന്നും. കാരണം അത്തരം ജീവിതങ്ങളൊക്കെ എത്തി നിൽക്കുന്നത് ഒരു വലിയ നൈരാശ്യത്തിൻ്റെ അപകടത്തിൻ്റെ വക്കിലാണെന്നൊക്കെ അവൻ്റെ വാക്കുകൾ അവൻ പോലും അറിയാതെ പങ്കുവെച്ചു. അവനും അവൻ്റെ കുടുംബ പശ്ചാത്തലങ്ങളുമൊക്കെ ആത്മീയമല്ലാത്തത് കൊണ്ട് രണ്ടുപേരും, അവനും അവൻ്റെ പെങ്ങളും വിവാഹം കഴിക്കുന്നില്ല. 30-30 വയസ്സിന് മുകളിൽ പ്രായമായി. എന്തിനാ? സിമ്പിളായിട്ട് ചോദിക്കുക. ഇപ്പം അതിൻ്റെ ഭാരം അറിയില്ല, ബുദ്ധിമുട്ടറിയില്ല. ജീവിതയാത്ര ഇനിയും ഏറെ ദൂരം മുൻപോട്ട് പോകാനുണ്ട്. അവിടെ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികളും പ്രതികൂലതകളും കടന്നു വരുമ്പം ഇവർ ഓർമ്മിക്കും ഈ ജീവിതത്തിൽ ഒറ്റയാകലിൻ്റെ നൊമ്പരങ്ങൾ, ഭാരപ്പെട്ടതിൻ്റെ വേദനകൾ. അതുകൊണ്ട് ഇന്ന് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ മടിയുടെ ഭാഗമായിട്ട് ഒരുക്കലുകൾക്ക് സന്നദ്ധമല്ലാതെ ജീവിച്ച് കടന്നു പോകുന്നവർ, അടിസ്ഥാനപരമായിട്ട് അവരുടെ ജീവിതത്തിലൊരു മടിയുണ്ട്, പിന്നെ അഹങ്കാരമുണ്ട്. ഈ മേഖലയോടാണ് തമ്പുരാൻ്റെ ചോദ്യം. എൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഇതിലും അധികമായിട്ട് എന്തു ചെയ്യാനായിട്ടാണ് നീ ആഗ്രഹിക്കുക? നമ്മളും ചില യൂറോപ്യൻ, ജപ്പാനും ഒക്കെ ആയിട്ടുള്ളൊരു താരതമ്യം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. ഇവിടെ നമ്മൾ അവധിക്ക് വേണ്ടിയിട്ട് മതം, ജാതി അല്ലെങ്കിൽ സംസ്കാരങ്ങൾ, സമൂഹങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വീതം വെച്ച് 200 ദിവസത്തിൽ താഴെയാണ് നമ്മുടെ നാട്ടിൽ പ്രവൃത്തി ദിവസമുള്ളൂ. ജപ്പാനിൽ 261 ദിവസം ജോലി ചെയ്യണം. ഇവിടെ എല്ലാ ശനിയാഴ്ചയും അവധി കൊടുത്താലും സന്തോഷത്തോടെ കഴിയുന്ന ഒരു കാലത്ത് അവർ പറയുകയാണ് ശനിയാഴ്ചകളിൽ അവധി വേണ്ട. നമ്മൾ വേണമെങ്കിൽ അതിനെ വർക്ക് ഹോളിസ് എന്നൊക്കെ വിളിക്കുമെങ്കിലും അധ്വാനിക്കാനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ മനസ്സിലെ ആ ആഗ്രഹത്തെ നമ്മളവിടെ കാണുമ്പം വെട്ടിയൊരുക്കപ്പെടാൻ, ചില പ്രതിസന്ധികളിലൂടെയും പരിമിതികളിലൂടെയും ഒക്കെ കടന്നു പോകാനായിട്ട് കഴിയുന്ന അനുഭവം. കർണാടകത്തിലായിരുന്നപ്പം നമ്മുടെ ആശ്രമത്തിൻ്റെ മുറ്റത്ത് നമുക്ക് ഈ മുന്തിരിയെക്കുറിച്ച് കാര്യമായ അറിവൊന്നുമില്ല. ആരോ കുറച്ച് മുന്തിരിയുടെ ചെറിയ നാമ്പുകൾ തന്നു, നട്ടുപിടിപ്പിച്ചു, മനോഹരമായിട്ടൊരു വലിയ പന്തലൊക്കെ ഇട്ട് കൊടുത്തു. ഇതിങ്ങനെ നിറച്ചും പന്തലേക്കൂടെ കയറി തണൽ പോലെ നിൽക്കുന്നു മാത്രമല്ല, കായ്ക്കുന്നില്ല. നമ്മൾ വിചാരിച്ചു എന്ത് പറ്റിയാവും. ഒരിക്കലൊരു സായിപ്പ്, ഒരു ജർമ്മൻകാരൻ അവിടെ വന്ന് താമസിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് തണലിന് വേണ്ടിയിട്ടാണോ അതോ കായ്ക്കാനാണോ ഈ മുന്തിരി നട്ടിരിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞു കായ്ക്കാനാണ്, പക്ഷേ കായ്ക്കുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്തു തരാം. സങ്കടം തോന്നി. അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്നൊരു കത്രികയൊക്കെ മേടിച്ചിട്ട്, നല്ല കട്ടിയുള്ള കത്രിക മേടിച്ചിട്ട് വളരെ ദയനീയമായി നമുക്ക് തോന്നാവുന്ന വിധം നമ്മൾ പറയും കാളം പോളും അതിനെ വെട്ടി, വല്ലാണ്ട് ശോചനീയമായ വിധത്തിൽ വെട്ടി ഒരുക്കി. അദ്ദേഹം ഒരു 15 ദിവസം കഴിഞ്ഞ് അയാൾ പോവുകയും ചെയ്തു. നമ്മൾ ഓർത്തു കർത്താവെ തീരുമാനമായി, ഇത് ഉണങ്ങിപ്പോയി. ഒരു 10-20 ദിവസം കഴിഞ്ഞു, ഇത് പതിയെ തളിർക്കാൻ തുടങ്ങി. തളിർപ്പിനോടൊപ്പം സുന്ദരമായിട്ടുള്ള മുന്തിരിക്കൊലകളുണ്ടായി. ആ വർഷം ആദ്യമായിട്ട് ആ മുന്തിരി കായ്ച്ചു. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. മുന്തിരിയുടെ പ്രത്യേകത അതിനെ സമയബന്ധിതമായിട്ട് പരിപാലിക്കുകയും പരിചരിക്കുകയും കൃത്യമായിട്ട് അതിനെ വെട്ടാനൊരു ടെക്നിക്കുണ്ട്. ചുമ്മാ കാളംപൂളം വെട്ടിയിട്ട് ഒരു കാര്യമില്ല. സായിപ്പിനത് അറിയാമായിരുന്നു, നമുക്ക് കാളംപൂളാൻ തോന്നിയതാ. ഓരോ കൃത്യമായ അകലങ്ങളിൽ ഉള്ള മൊട്ടുകളെ വെട്ടിയെടുക്കുമ്പം അവിടെ നിന്നൊക്കെ നല്ല കരുത്തുള്ള നാമ്പുകൾ പുറത്തു വന്ന് അത് അത്ഭുതകരമായി അനുഗ്രഹമായി മാറുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 30 മുതൽ വചനം നമ്മളോട് പറയുന്നുണ്ട്, ഞാൻ അലസന്റെ വയലും ബുദ്ധിശൂന്യൻ്റെ മുന്തിരിത്തോപ്പും കടന്നുപോയി. തമ്പുരാൻ ഇങ്ങനെ സങ്കടത്തോടെ പറയാ, അലസന്റെ വയലും ബുദ്ധിയില്ലാത്തവൻ്റെ മുന്തിരിത്തോപ്പും ഞാൻ കടന്നുപോയി. അവിടെയെല്ലാം മുള്ളുകൾ നിറഞ്ഞിരിക്കുന്നു. പുതിയ കാലത്തിൻ്റെ നേർക്കാഴ്ചകളെ മനസ്സിലാക്കാൻ കഴിയുന്ന വീടിൻ്റെ പരിസരങ്ങൾ, നമ്മളോട് ബന്ധപ്പെട്ട ഇടങ്ങൾ, പല പിള്ളേരുടെയും മുറികൾ, അകങ്ങളൊക്കെ കണ്ടാൽ ജീവൻ പോകും നമുക്ക്. ഞാൻ ഇന്ന് ഓർത്തിരിക്കുന്ന ചില അനുഭവങ്ങളൊക്കെ ഉണ്ട്. കർണാടകത്തിൽ ജോലി എടുക്കുന്ന കാലത്ത് ഒരു വീട്ടിൽ ചെന്നാൽ ആ ടീച്ചർ ജീവൻ പോയ അടുക്കളയിലോട്ട് കയറാൻ നമ്മളെ സമ്മതിക്കുക, വാതൊക്കെ ഇങ്ങനെ നിൽക്കും. ചേട്ടൻ എന്നോട് പിന്നീട് ഒരിക്കൽ രഹസ്യമായിട്ട് പറഞ്ഞു, ഈ പാത്രം മുഴുവനും സിങ്കിനകത്ത് നിറഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കഴുകുന്നൊരു ശീലമുണ്ട് എൻ്റെ ഭാര്യയ്ക്ക്. സിങ്കിനകത്ത് മുഴുവൻ പാത്രവും നിറഞ്ഞു, ഇനി ഒരു പാത്രം എടുക്കാനില്ല, ആ ഒരവസ്ഥയിലെത്തണം പാത്രം കഴുകാനായിട്ട്. ചില ആൾക്കാർ അങ്ങനെയുണ്ട്. നമ്മളെ പറയാം, അലസന്റെ വയല്, ബുദ്ധിശൂന്യൻ്റെ മുന്തിരിത്തോട്ടം, അത് കടന്നു പോയപ്പം അവിടെ മുള്ളു നിറഞ്ഞത് കണ്ടു. വീണ്ടും പറയാണ്,
നിലമാകട്ടെ കളകൾ കൊണ്ട് മൂടിയിരിക്കണം. നിലത്ത് കംപ്ലീറ്റ് കള പിടിച്ചിരിക്കുക. അതിൻ്റെ കൽഭിത്തി ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കണം. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, അതിൽ നിന്ന് ഒരു ഗുണപാഠം പഠിക്കുകയും ചെയ്തു. കുറച്ചുകൂടി ഉറങ്ങാം, തെല്ലുകൂടി മയങ്ങാം, കയ്യും കെട്ടി ഇരിക്കാം, അല്പം കൂടി വിശ്രമിക്കാം. ഫലമോ ദാരിദ്ര്യം കവർച്ചക്കാരനെ പോലെയും ദുർഭിക്ഷം ആയുധപാണിയെപ്പോലെയും നിന്നെ സമീപിക്കും. എന്നുവെച്ചാൽ ക്ഷാമം വരും. ആയുധമേന്തിയ ഒരു വ്യക്തിയുടെ മുൻപിൽ നീ പരാജയപ്പെടുന്ന അനുഭവത്തിലെത്തും. ജീവിതം കുടുങ്ങും. പല പുതിയ തലമുറയിൽപ്പെട്ടവരും ഇന്ന് എളുപ്പമാർഗങ്ങൾ, അതന്നെ പറ്റിയ സാധനമാണ് കള്ളക്കടത്ത്, മദ്യം, മയക്കുമരുന്ന്, ഈ പറയുന്ന സൂത്രപ്പണികൾ. ഒറ്റക്കടത്തിന് ഒരായുസ് മുഴുവൻ ഈസിയായിട്ട് ജീവിക്കും. അങ്ങനെയൊക്കെയാണ് വാഗ്ദാനം കൊടുക്കുന്നത്. ഈ ക്യാരിയേഴ്സൊക്കെ ആയി മാറുന്ന ആളുകളെ കുറിച്ചൊക്കെ കേട്ടത് അങ്ങനെയാണ്. ഒറ്റ പ്രാവശ്യം കടത്തിയാൽ പിന്നെ എന്തിനു പണിക്ക് പോണേ? അറിഞ്ഞുമറിയാതെയും ഇത്തരം ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരോട് തമ്പുരാൻ കൃത്യതയോടുകൂടെ പറയും, നിന്നെ കൂദാശകളുടെ ഭാഗമാക്കിയത്, നിനക്ക് വേണ്ടി ദേവാലയം ഉണ്ടാക്കിയത്, നിനക്ക് വേണ്ടി കൽപ്പനകൾ നൽകിയത്, നിന്റെ ജീവിതത്തെ പല വിധത്തിൽ പരിശുദ്ധ കത്തോലിക്ക സഭയിലൂടെ വിശ്വാസത്തോട് ചേർത്തൊക്കെ രൂപപ്പെടുത്തിയത്, നീ ഇങ്ങനെ അലസമായിട്ടും അലക്ഷ്യമായിട്ടും ജീവിതത്തെ ഒരു പാഴ്വേലയാക്കി മാറ്റാതെ മുന്തിരിച്ചെടി പോലെ അത് കൃത്യമായിട്ട് വെട്ടിയൊരുക്കാൻ വിട്ടുകൊടുത്ത് ചുവടുകളയ്ക്കാൻ അനുവാദിച്ച് അതിനെ അഭിഷേകത്തോടെ നനയ്ക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ട് നീ ചേർന്ന് നിന്നാൽ നിന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹം ഉണ്ടാവും. ഈ അനുഗ്രഹത്തിൻ്റെ നോമ്പുകാലം നമ്മളോട് ആവശ്യപ്പെടുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തണം. കൽപ്പനകളെ കൃത്യതയോടെ പാലിക്കാൻ തീരുമാനമെടുക്കണം. കൂദാശാബദ്ധമായ ഒരു ജീവിതം, നല്ല കുമ്പസാരമൊക്കെ നടത്തിയിട്ട് ഒരുങ്ങി വേണം നോമ്പ് നോക്കാൻ. ആ അഭിഷേകത്തിൽ വേണം നോമ്പിൻ്റെ യാത്ര തുടങ്ങാൻ. പാതിയിലെത്തിയെങ്കിലും പാതി പിന്നിട്ടെങ്കിലും ഈ അഭിഷേകത്തിൻ്റെ തുടർയാത്രയ്ക്ക് നമ്മൾ സന്നദ്ധരാകുന്നുവെങ്കിൽ ഇനിയുള്ള ദിനങ്ങൾ പുണ്യപ്പെട്ട ദിനങ്ങളായിട്ട് രൂപാന്തരപ്പെടും. അതുപോലെ തന്നെ ദേവാലയ കേന്ദ്രീകൃത വിശ്വാസ ജീവിതം, വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുത്തും ആലയത്തിന് വേണ്ടിയിട്ട് സമയവും കഴിവും അധ്വാനത്തിൻ്റെ പങ്കും നമ്മളാൽ കഴിയുന്ന വിധത്തിലൊന്ന് പങ്കുവെച്ചിട്ടുമൊക്കെ നമ്മൾ ഈ യാത്രയൊന്ന് മുൻപോട്ട് കൊണ്ടുപോയിക്കേ അത്ഭുതം സംഭവിക്കും. ഇന്ന് എവിടെയെങ്കിലും ഒരു പരസ്യം ഇങ്ങനെ കാണുക എന്ന് വിചാരിക്കുക. വീട്ടിലിരുന്നു കൊണ്ട് വലിയ അധ്വാനമൊന്നുമില്ലാതെ എളുപ്പത്തിൽ 20,000 രൂപ സമ്പാദിക്കാം. അങ്ങനെ എങ്ങാനും ഒരു പരസ്യം എവിടെയെങ്കിലും എഴുതി അതിനടിയിൽ ഒരു നമ്പർ കുറിച്ച് വെച്ചാൽ ഒരൊറ്റ നോട്ടത്തിൽ ഒരുവിധപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, കാണാണ്ട് പിടിക്കും. ആ മൊബൈൽ നമ്പറിന് ഒരു സെക്കൻഡ് പോലും പാതിരാത്രി വരെയും റെസ്റ്റും ഉണ്ടാവില്ല. കാരണം സകലരും അതിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കും. അവിടെയാണ് തമ്പുരാൻ പറയേണ്ടത്, നീ ശ്രദ്ധിക്കണം. മുന്തിരിത്തോട്ടത്തെ നട്ടുപിടിപ്പിച്ച് വേലികെട്ടി ചക്ക് സ്ഥാപിച്ച് നനച്ച് ഇങ്ങനെ കൊണ്ടടക്കുക നമ്മളെ തമ്പുരാൻ കൊണ്ടടക്കുന്നത്. അതുകൊണ്ട് ഈ കാലം ഈ ആത്മീയതയെ ഒന്നുകൂടെ മനസ്സിലാക്കാൻ, ഈ അനുഗ്രഹത്തെ ഒന്നുകൂടെ പുനർവായനയ്ക്ക് വിചിന്തനമാക്കാൻ, അങ്ങനെ മുന്തിരിത്തോട്ടത്തിന് തമ്പുരാനേകുന്ന ആ പരിപാലനയ്ക്കും സംരക്ഷണയ്ക്കും ശ്രദ്ധയ്ക്കും ഉപരിയായിട്ട് ഒന്നും ചെയ്യാനാവില്ല. ചേർന്ന് നിന്ന് അനുഗ്രഹം നമുക്കും സ്വന്തമാക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മുന്തിരിത്തോട്ടത്തിനായി അങ്ങ് ചെയ്യുന്നതിലും ചെയ്തതിലും അധികം ഒന്നും ചെയ്യാനാവില്ല. അതുകൊണ്ടാണ് നമ്മെ ഓരോരുത്തരെയും കണ്ടും കേട്ടും അറിഞ്ഞും നമുക്കാവുന്ന വിധത്തിൽ നമ്മെ ദൈവം മെനഞ്ഞ് വേണ്ടതൊക്കെ നൽകി സകല ക്രമീകരണങ്ങളും വരുത്തി നമ്മളെ കൊണ്ടെടുക്കുക. സഭയിലൂടെ, കൂദാശകളിലൂടെ, കൽപ്പനകളിലൂടെ, ദേവാലയത്തിലൂടെ കൊണ്ടെടുക്കുക. ഈശോയെ, ഈ നടപ്പിനെ നന്നായിട്ടൊന്ന് അറിഞ്ഞ് നന്ദി പറയാൻ, അനുഗ്രഹത്തോടെ അഭിഷേകത്തോടെ ഇണങ്ങുന്ന വിധം ജീവിക്കാൻ ഈ കാലത്ത് സഹായിക്കണേ. അകലങ്ങളെ അവിടുത്തെ ഇടപെടൽ വഴി പരിഹരിക്കണേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എല്ലാ ദൈവാനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടാവട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.